ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് പരോൾ. കൊടിസുനി ഒഴികെയുള്ള 10 പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് നടപടി. സജോ ദേവസ്യ കണ്ണൂരിൽ ചേർന്നു. സജോ, ഈ ഇടതു സർക്കാർ വന്നതിന് ശേഷം ഈ പ്രതികൾക്ക് നിരവധി തവണ പരോൾ ലഭിച്ചെന്ന ആക്ഷേപവും അതിൽ വിവാദം തുടരുന്ന ഘട്ടമാണ്. ഇതാ വീണ്ടും കൊടിസുനി ഒഴികെ 10 പ്രതികൾക്ക് പരോൾ. വിവരങ്ങൾ സുഹൈൽ, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പലതവണ അനധികൃതമായി പരോൾ ലഭിച്ചു, അല്ലെങ്കിൽ ഭരണത്തിന്റെ തണലിൽ പരോൾ ആനുകൂല്യങ്ങൾ ലഭിച്ചു എന്ന വിമർശനം സജീവമായി തന്നെ മുൻപ് പലതവണ ഉയർന്നതാണ്. അത് സംബന്ധിച്ചുള്ള രാഷ്ട്രീയ വിമർശനവും ഒക്കെ സജീവമാണ്. ഇതിനിടെയാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 10 പ്രതികൾക്ക്, അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക്, കൊടിസുനി ഒഴികെയുള്ള പ്രതികൾക്ക് ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ജയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണം എന്നത് പരോളിന് നിയമപരമായ അർഹത ഈ പ്രതികൾക്കുണ്ട്. ഒപ്പം ഇക്കാര്യത്തിൽ ജയിൽ സൂപ്രണ്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള തീരുമാനം മാത്രമല്ല, ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ കൂടി പരിഗണിച്ചാണ് തടവുകാർക്ക് പരോൾ അനുവദിക്കുന്നത്. ആ തരത്തിൽ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ ലഭ്യമായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരോൾ അനുവദിച്ചതെന്നാണ്. പക്ഷേ ഇക്കാര്യത്തിലൊരു അപൂർവത എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമായി എടുത്തു പറയേണ്ടത് 10 പ്രതികൾക്ക് ഒരേ സമയം ഒരുമിച്ച് പരോൾ ലഭ്യമാകുന്നു എന്നതുകൂടി ഇതിൽ പ്രാധാന്യത്തോടുകൂടി കാണേണ്ടതുണ്ട്. ഒപ്പം ജയിലിനകത്തടക്കം, അതായത് ഇക്കാര്യത്തിൽ കൊടിസുനി അടക്കമുള്ള ആളുകളുടെയും പരോൾ അപേക്ഷകൾ ജയിൽ അധികൃതരുടെ പരിഗണനയിലുണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ മറ്റ് ആരോപണങ്ങൾ കൂടി, അതായത് ജയിലിനകത്ത് ഇരുന്ന് തന്നെ മറ്റു ചില സ്വർണ്ണക്കടത്തടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ നേരിടുന്ന പ്രതികൾ കൂടിയാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉൾപ്പെട്ട ആളുകൾ. പക്ഷെ അത്തരം പശ്ചാത്തലത്തിലും ആ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ എത്തി എന്നതും ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യമായി എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിലും വലിയ രാഷ്ട്രീയ വിമർശനത്തിനും ശ്രദ്ധേയമായ പല ചർച്ചകൾക്കുമൊക്കെ വഴിവെച്ചതാണ് ഇവർക്ക് അനുവദിച്ച പരോളുകൾ. പക്ഷേ ഇക്കാര്യത്തിൽ നിയമപരമായ സാധ്യതയുണ്ട്. അതുകൂടി പരിഗണിച്ചാണ് പ്രതികളുടെ അപേക്ഷ ലഭ്യമായത്. അത് ജയിൽ ഉപദേശക സമിതിക്ക് പോകും. ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ പരിഗണിച്ച് പരോൾ അനുവദിക്കുക എന്ന സ്വാഭാവിക നടപടിക്രമം എന്നതാണ് ജയിൽ വകുപ്പിന്റെ ഒപ്പം സെൻട്രൽ ജയിൽ അധികൃതരുടെയും വിശദീകരണം. എങ്കിൽ കൂടിയും വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉയരാൻ സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഒരുമിച്ച് 10 പ്രതികൾക്കും പരോൾ അനുവദിക്കുന്നു എന്ന അപൂർവത കൂടി ഇക്കാര്യത്തിലുണ്ട്. ശരി, സജോയാണ് വിവരങ്ങൾ നൽകിയത്. ടി.പി. കേസ് പ്രതികളിൽ 10 പേർ ഒന്നിച്ച് ജയിൽ വിടുകയാണ്. ഇക്കഴിഞ്ഞ 8 വർഷത്തിനിടെ പ്രതികൾക്ക് അനധികൃതമായി പരോൾ നൽകിയെന്ന രാഷ്ട്രീയ വിവാദവും വിമർശനവും നിലനിൽക്കുകയാണ്. വീണ്ടും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിയുമ്പോൾ പരോൾ ലഭിക്കുന്നത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.